ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും നാളത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ അലീന പനി പിടിച്ച് കിടക്കുന്നുണ്ട്. അലീനയെ കാണാൻ വേണ്ടി നമ്മുടെ ശരണയും അമ്മയും ഷാജിയും വരുന്നുണ്ട്. ഷാജിയുടെ ഹോട്ടലിലാണ് വരുന്നത്. അപ്പം രോഹിത്താണ് ഇവർ വിളിച്ചുകൊണ്ട് അകത്തോട്ട് വന്നത്. അപ്പം ശരണയെ പറയുന്നുണ്ട്, അന്ന് അലീന ചേച്ചിനെ രക്ഷപ്പെടുത്തിയത് ഷാജിയാണെന്നോ? ഓഹോ, ഷാജിയേട്ടാണോ? ഓ, ആ ഷാജിയേട്ടൻ അല്ലെന്ന് പറഞ്ഞു. അപ്പം പുറത്തിരിക്കുന്നതായിട്ടുള്ള ഷാജിനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ രോഹിത് ചെല്ലുമ്പോഴത്തേക്ക് ഷാജിയേട്ടാ ഭാഗത്തോട്ട് വാ, നമുക്ക് അകത്തിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, ഓ കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിക്കാം. അതായത് ജാടയൊക്കെ ഭയങ്കര ജാടയാണ്. കാരണം ഇവനൊരു പ്രതിയാണല്ലോ, നമ്മുടെ രോഹിത്തൊരു പ്രതി ആയതുകൊണ്ട് ആ പ്രതിയുടെ രീതിയിൽ കാണുന്നുള്ളൂ. പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഈ അതായത് കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ശിക്ഷ തൻ്റെ മനസ്സ് മാറുന്നില്ല. കാരണം നമ്മുടെ ഷാജിയുടെ മനസ്സ് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രോഹിത് പിന്നെ വലിയമായിട്ടും ചെയ്ത് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യ നമ്മുടെ ബബിതയെ കാണുമ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞിട്ട്, ഇതാ നമ്മുടെ ശരണ്യെന്ന് പറഞ്ഞു. ശരണ്യ ശരണ്യ മറ്റേ മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അതിശയത്തിൻ്റെ രീതിയിൽ നമ്മുടെ ബബിത നോക്കുകയാണ് നമ്മുടെ ശരണേനെ. അപ്പം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം ശരണ ചോദിക്കുന്നത്, ബബിതേച്ചിയല്ലേ ചോദിച്ചു. അതേ, ബബിതയാണ്, എനിക്കറിയാം, ഇവിടുത്തെ ഉള്ള എല്ലാവരും അറിയാം. കാരണം ഞാൻ വേറൊരു അനിയത്തി കൂടെ ഉണ്ടല്ലോ, അത് കൃഷ്ണമോളുണ്ടല്ലോ, എല്ലാവരെക്കുറിച്ച് ശരണേച്ചി അല്ലിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, അതാണ് അല്ലിച്ചേച്ചിൻ്റെ ആ റൂമിലുണ്ട്, ചെന്ന് കാണുക എന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷത്തോടെയാണ്. ബബിതയ്ക്കും കാരണം തൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയ ഒരു പെണ്ണാണല്ലോ നമ്മുടെ ശരണ്യ. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങോട്ട് പോയി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യ ബബിത നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് പോവുകയാണ്. ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക്, അച്ഛാ അതന്നെ ആ ശരണ്യ എന്ന് പറഞ്ഞ പെണ്ണ് വന്നിട്ടുണ്ട്. ശരണ്യ, അതായത് റേപ്പ് കേസിലെല്ലാവരും പിടിപ്പിച്ച് അത് പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ മനസ്സിലായി. അപ്പം ഞാൻ വരുമെന്ന് പറഞ്ഞു. അവിടെ അകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന മുമ്പ് തന്നെ നമ്മുടെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലീൻ്റെ അടുത്ത് ചെല്ലുവാണ്. നമ്മുടെ ശരണയിൽ ചെല്ലുമ്പോഴത്തേക്ക് കണ്ടോണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അയ്യോ ചേച്ചി, എന്നാണ് വിശേഷം, സുഖമാണോ, അതായത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അലിനെ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ, നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്, എനിക്ക് പനി പിടിച്ചിട്ട് എൻ്റെ പനി നിനക്കും കൂടെ പിടിക്കും. രോഹിത്തിൻ്റെ പനിയാണ്. രോഹിത്തിനെ പനിയായിട്ട് കിടന്നപ്പോഴത്തേക്ക് ഞാൻ രോഹിത്തിനെ നോക്കിയതുകൊണ്ട് എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. ഈ പനി നിനക്കും പിടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക്, അന്ന് പനിയൊന്നും പിടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നൊരു ഏറ്റവും വലിയ ഗ്രേറ്റ് ആയിട്ടൊരാളാണ് ചേച്ചി. അപ്പോൾ ആ ചേച്ചിക്ക് ഒരു പനി വന്നിട്ട് ആ ചേച്ചിയുടെ പനി എനിക്ക് പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആകാൻ പോകുന്നില്ല ചേച്ചി, അതിനൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശരണ്യ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർ അമ്മ പറയുന്നുണ്ട്, മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ രീതിയിൽ ഇവിടെ ഭയങ്കര രീതിയിൽ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അച്ഛനോടും ആങ്ങളമാരോടും എല്ലാം പറഞ്ഞു. പക്ഷെ അവരൊന്നും കൊണ്ടുവരാൻ കൂട്ടാക്കത്തില്ല. നിനക്കറിയാമല്ലോ, അവരുടെ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ, അവരങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിനക്ക് സുഖമാണോ മോളെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അമ്മ. കുഴപ്പമില്ലമ്മ, ഈ പനി മാത്രമേ ഉള്ളൂ. അയ്യോ, നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ലല്ലോ, കാരണം ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക്, അതേപോലെ അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ബബിത പെട്ടെന്ന് അടുക്കളയിൽ ഓടിച്ചിട്ടുണ്ട് ജ്യൂസും കാര്യങ്ങളും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ അലീന പറയുന്നുണ്ട്, എന്തിനാ മോളെ വന്നത്, കാരണം വരണ്ടായിരുന്നല്ലോ, ഞാൻ എന്തെങ്കിലും അസുഖമൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരാമായിരുന്നല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും വേണം. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കയറി വരുന്നുണ്ട്. ബാലചന്ദ്രൻ ഒക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന അല്ല ശരണ്യ മോളല്ലേ എന്ന് വെച്ചാൽ, അതേ അങ്കളെ എന്ന് പറയുമ്പോഴത്തേക്ക്, മോളെ ഞാനാ ബാലചന്ദ്രൻ, രോഹിത്തിൻ്റെ അച്ഛൻ, മോളെ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തിനാ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ല അന്ന് മോൾക്ക് അങ്ങനെ ഒരു ഉപദ്രവം ഏറ്റപ്പോഴത്തേക്ക് ആ പ്രതിപ്പട്ടികയിലും പിന്നെ അന്ന് ആ സ്ഥലത്തും എൻ്റെ മോൻ രോഹിത്ത് ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഒരുപാട് നിന്നോട് കടമപ്പെട്ടിരിക്കുന്നു. കാരണം നീ അന്ന് മൊഴി മാറ്റി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇപ്പോഴും 10-14 വർഷം ജീവപര്യന്തം തടവ് പുള്ളിയായിട്ട് മാറിയതന്നെ. അതിൽ നിന്ന് രക്ഷപ്പെട്ട്, കാരണം ആരും പോലീസിനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെയോ മറ്റ് സംഘടനയോ ഒന്നും പേടിക്കാതെ നീ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ഉപകാരമുണ്ട്. കാരണം നിന്നാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, അച്ഛാ അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, യാതൊരു രീതിയിൽ ഞങ്ങളോട് വിരോധമൊന്നും ഉണ്ടായിരുന്നാൽ മതി, എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. മോളെ ഒന്നും കൊണ്ട് പേടിക്കണം, നീ നിൻ്റെ ജീവിതത്തിൽ ഏത് ഘട്ടം വരെ പോകാൻ വേണ്ടി ഞാൻ കൂടെ, ഞങ്ങൾ ഈ ഫാമിലി മുഴുവൻ കൂടെ ഉണ്ടാകും, ഞങ്ങൾ നിന്നെ സഹായിക്കാതിരിക്കത്തില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എത്ര എന്ന് പറഞ്ഞാലും നിന്നെ വിട്ടു പോകത്തില്ല മോളെ എന്ന് പറയാണ്. ഉടനെ നമ്മുടെ
ബബിത അല്ല ശരണ പറയണേ അല്ല ശരണയുടെ അമ്മ ചിന്തിക്കുകയാണ്, അയ്യോ വന്നത് നന്നായിപ്പോയി. കാരണം കഴിഞ്ഞാൽ മോളുടെ ഭാവി പോകും, കാരണം വീട് തരാം, സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടന ആൾക്കാർ വന്നു. പക്ഷേ അവർക്ക് അവരുടേതായിട്ട് ഡിമാൻഡുണ്ട്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കാരണം പഠിക്കാൻ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ജീവിതത്തിൻ്റെ ഏത് ഘട്ടം വരെ എത്തിച്ചു കൊടുക്കാം എന്ന് പറയുന്ന തൻ്റെ നാട്ടിൽ ആ വലിയ മനസ്സിനെ ഓർത്ത് നമ്മുടെ ശരണയുടെ അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് നമ്മുടെ വൈജ അവിടെ നിൽക്കുവാണ്. വൈജ ശരണയെ വന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വൈജ പറയുകയാണ്, അവളെന്തിനും ഇങ്ങോട്ട് വന്ന്, ആ മോദിയും എന്തിനും ഇങ്ങോട്ട് കയറി വന്നത്, എൻ്റെ മോൻ്റെ ഭാവി ഇല്ലാതാക്കി, എൻ്റെ മോനെ 1 മാസം അവിടെ ജയിലിൽ കിടത്തിയതല്ലേ, അവളെ ഞാൻ എന്നാ ചെയ്യാനാ, അവളെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ അവളെ ഇറക്കി വിടും, നിങ്ങൾ ഇറക്കി വിടുന്നുണ്ടോ അല്ല ഞാൻ ഇറക്കി വിടണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളം കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ബബിതടുത്തും കൃഷ്ണ അവർ രണ്ടുപേരും ചെന്ന് പറയുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത്, ആ ചേച്ചി ഇല്ലാതെ അല്ലെങ്കിൽ ആ ബബിത അല്ല അത് ശരണ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലിപ്പം രോഹിത്തേട്ടൻ ഉണ്ടാവുമോ, രോഹിത്തേട്ടൻ അപ്പോഴും ജയിലിൽ കിടന്നേനെ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, അവരെത്ര നല്ല ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പെണ്ണായിട്ടാണ് അവളങ്ങനെ രോഹിതേട്ടനെ പുറത്തിറക്കാൻ നോക്കി. അന്ന് ഒരുപാട് സംഘടന ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ പോലീസെല്ലാം ചേർന്ന് പറഞ്ഞത്, ഇനി മേലെ ഈ വീട്ടിന് അല്ല മൊഴി മാറ്റി പറയരുത്, കാരണം അങ്ങനെയൊക്കെ ഒരുപാട് ഭീഷണി മുടക്കുക, അതെല്ലാം വകവെക്കാതെ നമ്മുടെ ചേട്ടനെ, അതായത് രോഹിതേട്ടനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല എന്നൊക്കെ പറയണം. എന്നിരുന്നാൽ പോലും നമ്മുടെ വൈജയ്ക്ക് മനമാറ്റമൊന്നുമില്ല. അവൾ കാരണം കൊണ്ട് എൻ്റെ മോനെ ജയിലിൽ കിടന്നത്, ഞാൻ നാണം കെട്ടത്, ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും പലരും എന്നെ കുറ്റപ്പെടുത്തി, അതായിരുന്നുള്ള രീതി പറഞ്ഞ് നിൽപ്പുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടെങ്കിൽ ഒരു വിശേഷം നാളെ നമുക്ക് കാണാൻ പറ്റുന്നത്, അപ്പോൾ കാത്തിട്ട് തന്നെ കാണാം. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, കാരണം ഞാൻ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാൽ ഇനിയുള്ള ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഉച്ചയ്ക്ക് നമുക്ക് വരാനിരിക്കുന്ന വിശേഷം ഇടുന്നുണ്ട്, അതും മറക്കാതെ കാണുക. നിങ്ങളുടേതായിട്ടുള്ള എല്ലാ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വീഡിയോ ഇടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു. സൈനിങ് ഓഫ്. താങ്ക് യു.